നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ഒരുപാട് പണിയെടുത്ത് വരച്ചുണ്ടാക്കിയ ചിത്രമല്ലേ ഇത്? അതെന്താ നമുക്ക് ചുവല് തൂക്കാൻ പാടില്ലാത്തത്? എല്ലാരും കാണട്ടെ നമ്മുടെ സുഭദ്രാമ്മയുടെ ചിത്രം. വേണ്ട, ഭയമാണ് എനിക്ക്. അത് ശരിയാവില്ല. സുഭദ്രാമ്മയുടെ ചിത്രത്തെ നമ്മൾ എന്തിനു ഭയക്കണം? അത് മനസ്സിലായില്ല. സുഭദ്രാമ്മയുടെ ചിത്രത്തെ അല്ല, ആ ചിത്രം നൽകുന്ന തെളിവുകളെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അത് ചിലപ്പോ നമ്മളെ ആപത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. തെളിവുകളോ? എന്ത് തെളിവുകൾ? ആ മേഘനാഥന് കിട്ടാവുന്ന തെളിവുകൾ. അയാൾ എപ്പോഴും നമ്മളെ തിരഞ്ഞു നടപ്പുണ്ടാവൂന്നുള്ളത് ഉറപ്പാ. നമ്മളെ കണ്ടെത്തി നശിപ്പിക്കാതെ, അച്ചൂട്ടനെ വീണ്ടെടുക്കാതെ അയാൾക്ക് വിശ്രമിക്കാനാവില്ല. രൂപം കൊണ്ടും പേരുകൊണ്ടും നമ്മളിന്ന് ആ പഴയ തൃപ്പങ്ങോട്ടെ തമ്പുരാട്ടിക്കുട്ടികളല്ല. പഴയ കൈക്കുഞ്ഞ് ഇന്നത്തെ അച്ചൂട്ടനായതുപോലെ കാലം നമ്മെ ഒരുപാട് മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തില് അയാള് നമ്മളെ തിരിച്ചറിയില്ല. പക്ഷേ ഈ ചിത്രം കാണുന്ന ഏതൊരാളും സുഭദ്രാമ്മയെ തിരിച്ചറിയുമെന്നുള്ളത് ഉറപ്പാ. അതുവഴി നമ്മളെ. അതുകൊണ്ട് തൽക്കാലം നമുക്കിത് ചുരുട്ടിവെക്കാം. ഈ ചിത്രം ചുമരിൽ തൂക്കാൻ കഴിയുന്ന ഒരു ദിവസം വരും വരെ നമുക്കിത് രഹസ്യമായി സൂക്ഷിച്ചേ പറ്റൂ. ആഹാ, അത് കൊള്ളാലോ. അല്ല, ക്ഷേത്രത്തിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരുങ്ങിയില്ലേ നിങ്ങള്? നീ ഇത് അടുക്കളയിൽ കൊണ്ടുവച്ചേക്ക്. കുറച്ച് അരിയും പച്ചക്കറിയാ. എന്താ ഇത്? കൊള്ളാലോ. ഇത് ആരത്? ഇതാണ് ഞങ്ങളുടെ സുഭദ്രാമ്മ. ആര്യ വരച്ചതാ. എനിക്ക് തോന്നി, നല്ല ചിത്രം. ഫ്രെയിം ചെയ്ത് പുറത്ത് തൂക്കിയാ മതി. അതാ ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും സീതമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എത്ര കാലം കഴിഞ്ഞാലും ആ മേഘനാഥൻ ഇവിടേക്ക് വരും സീതമ്മേ. അയാൾ ഇപ്പോഴും നാടായ നാട്ടിലൊക്കെ ഞങ്ങളെ തിരയാൻ ആളെ അയക്കുന്നുണ്ടാവൂന്നുള്ളത് ഉറപ്പാ. അയാൾക്കായി ഒരു തെളിവുകളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാനിത് അകത്തു കൊണ്ടുപോയി ചുരുട്ടിവെക്കാൻ പറയുകയായിരുന്നു. ഒരു തരത്തിൽ അഞ്ജലി പറയുന്നതാ ശരി. പക്ഷേ നല്ലൊരു ചിത്രം വരച്ചിട്ട് അത് പുറത്തെടുക്കാനാവാതെ വരുന്നതിൽ ആര്യമോൾക്ക് വിഷമമുണ്ടാവില്ലേ? അതാണ് കഷ്ടം. എന്റെ സീതമ്മേ, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. എന്റെ ജീവനെക്കുറിച്ച് ഭയമേ ഇല്ല എനിക്ക്. പക്ഷേ എന്റെ കുട്ടികൾ, അവർക്കെന്തെങ്കിലും സംഭവിച്ചാ അതെനിക്ക് താങ്ങാനാവില്ല. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. ഇതും അത്രയുള്ളൂ. എനിക്കൊരു വിഷമവും ഇല്ല വലിയച്ചേ. ഈ ചിത്രം നമുക്ക് ഒളിച്ചു തന്നെ വെക്കാം. പുറത്ത് ചില്ലിട്ട് വെക്കാനേ ഞാൻ നമ്മുടെ അച്ചൂട്ടന്റെ പടം വരയ്ക്കാം. അതാവുമ്പോ സേഫ് അല്ലേ? അല്ല, നിങ്ങൾക്കാർക്കും എന്താ അമ്പലത്തിൽ പോകാൻ ഉദ്ദേശമില്ലേ? അയ്യോ, അത് മറന്നു. വാ വാ, നമുക്ക് റെഡിയാവാം. സീതമ്മയും തുളസിയും വിട്ടോ, ഞങ്ങള് വന്നോളാം. വാ വാ. അവിടെ വച്ചേക്ക്.
മേഘനാഥ, നീ ഇങ്ങനെ തുറച്ചു നോക്കണ്ട. ഞാൻ നിന്റെ അമ്മ തന്നെയാ. കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ ഭാര്യ, കോട്ടയ്ക്കൽ ഭവാനി. അറിയാം. പുതിയ പരിചയപ്പെടുത്തലൊന്നും വേണ്ട. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് അത് പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ടത് നിന്റെ ആരോഗ്യമോ, ശരീരത്തിനും മനസ്സിനും. പലപ്പോഴും നീ ആഹാരം പോലും കഴിക്കുന്നില്ല. ഇപ്പതാ ഞാൻ കുറച്ച് പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ട്, നീ അത് കഴിക്കണം. പാൽപ്പായസം? അതെന്തിന്? അതിലെന്താ ഇത്ര വിശേഷം? വിശേഷമോ? നല്ല കഥയായി. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാ. നമ്മൾ ഒരുമിച്ച് വേണം ഇന്ന് അമ്പലത്തിൽ പോവാൻ. എന്തിന്? അമ്പലത്തിൽ പോയിട്ട്? അമ്പലത്തിൽ പോയില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റും എൻ്റെ ഉണ്ണിക്കണ്ണനെ. നെറ്റ് വീണപ്പോൾ തന്നെ അവനെ നാട് കടത്തുകയായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ അവൻ്റെ അച്ഛനാണ് നാട് കടത്തിയതെങ്കിൽ എൻ്റെ ഉണ്ണിക്കണ്ണനോട് അത് ചെയ്തത് അവൻ്റെ ഇളയമ്മമാരാ. രണ്ടിലും ഉണ്ണിക്കണ്ണന്മാർ അച്ഛനെ പിരിഞ്ഞു പോയി. എൻ്റെ കണ്ണൻ എവിടെയോ അനാഥനായി വളരുകയാണിപ്പോ. അവനെ കണ്ടെത്തിക്കഴിഞ്ഞാലേ ഞാൻ ഇനി മധുരം കഴിക്കൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീ ഇത് തന്നെയാ പറയുന്നേ. അവനെ കണ്ടുപിടിക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. എന്നിട്ടും ആളിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ അത് നടന്നു കിട്ടുന്ന കാര്യം എളുപ്പമല്ലാന്ന് സാരം. നടക്കും അമ്മേ, നടക്കും. നടക്കണോ? അത് നടത്തിയെടുക്കും ഞാൻ. ഏതായാലും അമ്മയൊന്ന് തീർച്ചപ്പെടുത്തിക്കോ. എന്റെ ഉണ്ണിക്കണ്ണൻ, എന്റെ കാശിനാഥനെ കണ്ടുകിട്ടുന്ന ആ നിമിഷം ഞാൻ വീണ്ടും ഒരു സംഹാര താണ്ഡവമാടും. ഈ കാലമത്രയും എന്റെ ചോരയെ എന്നിൽ നിന്നും കവർന്നൊളിപ്പിച്ച ആ നശിച്ച പെൺകുട്ടികളെ ഒന്നോടെ അവസാനിപ്പിക്കും ഞാൻ. എന്നിട്ട് വേണം എനിക്ക് പുതിയൊരു മേഘനാഥനായി ഈ തൃപ്പങ്ങോട്ട് ദേശം വാണരുളാൻ. ആഗ്രഹവും ആവേശവും നന്ന്, പക്ഷേ കാലം കുറെ ആയില്ലേ. ഇനി നീ എവിടെ ചെന്ന് അവരെ കണ്ടെത്തുന്നേ? നിന്റെ കൺമുന്നിൽ അവർ വന്നു നിന്നാ പോലും നീ തിരിച്ചറിയോ? അതാ എനിക്ക് മനസ്സിലാവാത്തേ. നടക്കുമ്പോഴേ അമ്മ മനസ്സിലാക്കൂ. വർഷം എത്ര കഴിഞ്ഞാലും, ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും, എന്തൊക്കെ രൂപമാറ്റം സംഭവിച്ചാലും, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ അവരെ കണ്ടെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.